ധാരാളം കവികൾ അവരെഴുതിയ കാവ്യസമാഹാരങ്ങൾ അയച്ചു തരാറുണ്ട്. ചിലരൊക്കെ നേരിട്ട് കാവ്യസമാഹാരം സമ്മാനമായി നൽകാറുമുണ്ട്. അവയിൽ പലതും എന്നെ നിരാശപ്പെടുത്തുകയാണ് പതിവ്. എന്നാൽ ഈ അടുത്ത കാലത്ത് എം ശബരീഷ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചു. കവിതാ സമാഹാരമാണ്. ആ മണമല്ലേ ഈ മണമല്ലേ എന്ന കാവ്യസമാഹാരം. ഈ പുസ്തകം വായിക്കുന്ന വേളയിൽ നമ്മുടെ പുതിയ കവിത സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് ശരിയായ ഒരു ദർശനം എനിക്ക് ലഭിച്ചു എന്ന് സന്തോഷത്തോടെ രേഖപ്പെടുത്തുകയാണ്. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തേ ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന രഘുവംശത്തിലെ കാളിദാസവാണി ആമുഖമായി നൽകിക്കൊണ്ട് പുതിയ നിലയിൽ ലോകത്തെയും വാക്കിനെയും പരിചരിക്കുന്ന ഒരു കാവ്യസമാഹാരം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് തന്നെ വ്യതിരിക്തമായൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. 52 കവിതകളുള്ള ഈ കാവ്യസമാഹാരത്തിൽ വാക്കും അർത്ഥവും അതിൻ്റെ എല്ലാ നിറവോടെയും പ്രത്യക്ഷപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കാവ്യസമാഹാരം അടിമുടി രാഷ്ട്രീയ ജാഗ്രതയാർന്ന കാവ്യസമാഹാരമാണ്. ദൃശ്യബിംബങ്ങളുടെ സൂക്ഷ്മ വിന്യസനം കൊണ്ട് ശ്രദ്ധേയങ്ങളായ കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സ്നേഹത്തോടെ ശബരീഷിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എം ശബരീഷ് എന്ന യുവാവ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. പട്ടാമ്പിയുടെ മഹിതമായ സാംസ്കാരിക പൈതൃകം ഏറ്റുവാങ്ങിയ വ്യക്തിത്വം. കൊടുമുണ്ട ഗവൺമെൻറ് ഹൈസ്കൂൾ, ഷൊർണൂർ SN കോളേജ്, ഒറ്റപ്പാലം NSS കോളേജ്, കേരള പ്രസ് അക്കാദമി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. തീർച്ചയായും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് നാഗരികതയുടെ ഉത്സവം നിറഞ്ഞ ബാംഗ്ലൂരിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ പഠനയാത്ര എഴുത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം, ഇംഗ്ലീഷ് സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും ബിരുദം, അഡ്വർടൈസിംഗ് PR-ൽ ഡിപ്ലോമ. ഇങ്ങനെ ആ യുവാവ് അറിവിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ, ലിസ കോളേജ് കൈതപ്പൊയിൽ, ഡിംസ് കോളേജ് ചാലക്കുടി എന്നിവിടങ്ങളിൽ ജേർണലിസം അധ്യാപകനായിരുന്നു. തീർച്ചയായും ഈ യുവാവ് ഇന്ന് ദേവഗിരി കോളേജിൻ്റെ അഭിമാനമായി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോൺ കലോത്സവത്തിലും പൂന്താനം സാഹിത്യോത്സവത്തിലും 1ാം സ്ഥാനം ഉൾപ്പെടെ ഉപന്യാസ രചനയ്ക്കും നിരവധി അംഗീകാരങ്ങൾ ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിയിട്ടുണ്ട്. VR സുധീഷിൻ്റെ ദൈവത്തിനൊരു പൂവ് ക്യാമ്പസ് ചലച്ചിത്രമാക്കി മികച്ച ചിത്രത്തിനുള്ള ഗ്രാഫിക്സ് അവാർഡ് നേടി. ദേശീയ തലത്തിൽ നടന്ന വിബ്ജിയോർ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ണ് പിളർന്നുപോയ മരം, അറ്റ്ലസ് ജീവൻ അവാർഡ് നേടിയ കളിവിളക്കിൻ്റെ ഇടവപ്പാതി എന്നിവ ഈ യുവാവിൻ്റെ രചനയിലും സംവിധാനത്തിലുമാണ് വെളിച്ചം കണ്ടത്. ഇപ്പോൾ ചലച്ചിത്ര സംവിധാന രംഗത്ത് സജീവമാണ് ശബരീഷ്. ശബരീഷിൻ്റെ ആദ്യ കാവ്യസമാഹാരം സിലബസ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് പ്രകാശനം ചെയ്തത്. ഇതും കൂടാതെ മദ്രാസിൽ നിന്നുള്ള തീവണ്ടി, അത് പ്രശസ്ത സിനിമാ സംവിധായകനായ ലാൽ ജോസിൻ്റെ ആത്മാഖ്യാന കുറിപ്പുകളുടെ സംവിധാനമാണ്. ലോഹിതദാസ് നിഴലുകൾ ഇഴചേർന്ന നാട്ടുവഴികൾ, ലോഹിതദാസെക്കുറിച്ചുള്ള സ്മരണകൾ, പുഴയായി ഒഴുകിയ വഴികൾ, അത് വളരെ പ്രത്യേകതയുള്ള പുസ്തകമാണ്. മാമുക്കോയ, സുധീഷ്, വിനോയ് തോമസ്, കാഞ്ചനമാല തുടങ്ങിയ പ്രമുഖരുമായി ദേവഗിരി കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ അഭിമുഖം അത് ഫീച്ചർ രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ആ പുസ്തകത്തിൽ. ഇനി ആ മണമല്ലേ ഈ മണമല്ലേ എന്ന ഈ കാവ്യസമാഹാരത്തിലേക്ക് കടന്നാൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാധാരണ പുതിയ കാലത്തെ കവികൾ അങ്ങേയറ്റം സാമ്പ്രദായികമായ ചില വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് തോന്നിപ്പോകുന്നു. ഞാൻ സാമ്പ്രദായിക വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ഒക്കെ മുൻവിധിയോടുകൂടി അവർ സഞ്ചരിക്കാറുണ്ട്.
എന്നാൽ ശബരീഷിന് ദേശീയമായ ഒരു കാഴ്ചപ്പാടാണ് ഊർജം നൽകുന്നത്. ഈ കവിതാ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉത്പാദിപ്പിച്ച ബിംബങ്ങളെ കൃത്യമായി അഭിമുഖീകരിക്കുന്നുണ്ട്. അതോടൊപ്പം 1990കളോടുകൂടി ആരംഭിച്ച ആഗോളീകരണത്തിൻ്റെയും ഉദാരീകരണത്തിൻ്റെയും സാംസ്കാരിക ലോകം ഈ കവിതകളിൽ കൃത്യമായി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പുതു കവിതയായി തീരുന്നത്. ഭാഷയിലും ആഖ്യാനത്തിലും പ്രമേയ സ്വീകരണത്തിലും അത് ആവിഷ്കരിക്കുന്ന ഘടനയിലും സൗന്ദര്യ സങ്കല്പത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ധാരണകളെ പിഴുതെറിഞ്ഞുകൊണ്ട് പുതിയൊരു വഴിയിലൂടെ ശബരീഷ് സഞ്ചരിക്കുന്നതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിൻ്റേതായ അതിവിപുലമായ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും സ്വന്തം ദേശത്തിൻ്റെ അനുഭവത്തെ ഭാഷയിലൂടെ ആവിഷ്കരിക്കുവാനും ബ്ലോഗ് അടക്കമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ കാവ്യബിംബങ്ങളായും പ്രതീകങ്ങളായും പ്രമേയങ്ങളായും ഉപയോഗിക്കാനുള്ള പരിശ്രമങ്ങളും ഈ കവിതയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൻ്റെ ആദ്യ കാവ്യസമാഹാരമായ സിലബസിൽ നിന്ന് അടിമുടി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ശബരീഷ്. നമ്മുടെ പ്രണയസങ്കല്പങ്ങളും വിഷാദസങ്കല്പങ്ങളും ഏകാന്തതയും നമ്മുടെ കാപട്യങ്ങളുമൊക്കെ പുതിയ നിലയിൽ ഈ കവിതയിൽ പ്രവേശിക്കുന്നുണ്ട്. അജ്ഞാത, ചിത്തരോഗി, അഭിനയം, മോങ്ങൽ തുടങ്ങിയ കവിതകളിൽ പ്രണയാനുഭവങ്ങൾ സാമ്പ്രദായികമായ പരിധിയെ വിട്ട് പുതുലോകത്തിൻ്റെ ആകുലതകളുമായി കൂട്ടിമുട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളുടെ സമൃദ്ധിയാണ്. വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങൾ മാത്രമല്ല, ഭാഷാപ്രയോഗത്തിലെ പുതുമകളും അത് തികച്ചും സ്വാഭാവികമായി കടന്നു വരുന്നു എന്നത് ശ്രദ്ധേയം. പട്ടാമ്പി എന്ന കവിത എങ്ങനെയാണ് ആ ദേശത്തെ അതിൻ്റെ സൂക്ഷ്മ സമഗ്രതയിൽ ആവിഷ്കരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അനുഭവങ്ങളെ, ഓർമ്മകളെ, വിചാരങ്ങളെ തീർച്ചയായും സുതാര്യമായി പ്രകാശിപ്പിക്കാനുള്ള പരിശ്രമം നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിൽ നിന്ന്, നാം പുലരുന്ന പരിസരങ്ങളിൽ നിന്ന് ബിംബങ്ങളെയും കവിതകളെയും കണ്ടെടുക്കാനുള്ള ഒരു ശ്രദ്ധേയ കഴിവ് ഈ കവിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമയുടെ ഭാഷ നന്നായി വഴങ്ങിയിട്ടുള്ള ആളാണ് ശബരീഷ്. അതുകൊണ്ട് തന്നെ ഈ കവിത ക്യാമറയുടെ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നു. ചലച്ചിത്രാഖ്യാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാൽപ്പെരുമാറ്റം, മത്സര ദൃശ്യങ്ങൾ തുടങ്ങിയ കവിതകളിൽ വിവിധ നിലകളിലുള്ള നോട്ടങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു ക്യാമറയുടെ വിവിധ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള വെളിച്ചത്തെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഇരുട്ടിനെ, എന്തിനേറെ എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുവാൻ പര്യാപ്തമാണ് ശബരീഷിൻ്റെ കാവ്യഭാഷ. അതുകൊണ്ട് തന്നെ അത് അപരിചിതമായ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. വിഷ്വലുകളുടെ ഈ കുത്തൊഴുക്ക് ഈ കവിതയുടെ ഏറ്റവും വലിയ സവിശേഷതയാണെന്ന് സന്തോഷ് PS-ഉം വിഷ്ണുപ്രസാദുമൊക്കെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ 1 കിലോമീറ്റർ ദൂരത്തിനകത്ത് എവിടെയോ വീണുപോയ കണ്ണട രാത്രി വൈകിട്ടും വഴി മുഴുവൻ തിരയുമ്പോൾ വാക്കുന്ന് പിഴച്ച് പിണങ്ങിപ്പോയ സുഹൃത്തിനെ മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തിക്കുന്ന അപകർഷത, അല്ലെങ്കിൽ ഒന്ന് പിന്നിലേക്ക് തിരുത്താവുന്ന ഓർമ്മക്കുറവ് അത്രയേ തോന്നിയുള്ളൂ എന്നെഴുതുമ്പം ശബരീഷ് പുതിയ തോന്നലുകളെ, പുതിയ ജാഗ്രതകളെ ഭാഷയിലേക്ക് ഏറ്റവും സൂക്ഷ്മമായി ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാവ്യസമാഹാരവും ശബരീഷിൻ്റെ സർഗാത്മക യാത്രയും മുന്നോട്ട് തന്നെ സഞ്ചരിക്കും എന്നെനിക്കുറപ്പാണ്. പ്രിയ സുഹൃത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസിക്കുന്നു. നമസ്കാരം.